സോണിയുടെ 200-600 ക്യാനൻ്റെ 100-500 ഉള്ളൊരു മറുപടിയായിട്ടാണ് നിക്കൺ ആക്ച്വലി ലെൻസ് ഇറക്കിയത്. 600 mm വരെ പോകാൻ ഒരു 70 ഡിഗ്രി തിരിച്ചാൽ മതിയാവും. അതായത് ഒരു ട്രൂ 600 mm ഈക്വൽ ആയിട്ടുള്ളൊരു നമുക്കൊരു ഇമേജാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. ഉള്ളൊരു സാധനത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അതിനെടുക്കുന്ന ടൈം ഈ ലെൻസിൻ്റെ കാര്യത്തിൽ ഏകദേശം നമസ്കാരം, എല്ലാവർക്കും VHS സ്റ്റുഡിയോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിക്കണിൻ്റെ 180-600 എന്ന സൂം ലെൻസിനെ പറ്റിയാണ്. ഈ ലെൻസിൻ്റെ ഒഫീഷ്യൽ നെയിം വരുന്നത് നിക്കൺ Z 180-600 5.6 to 6.3 VR എന്നാണ്. അതായത് നിക്കണിൻ്റെ Z മൗണ്ടിന് വേണ്ടിയിട്ടുള്ള 180 mm മുതൽ 600 mm വരെ സൂം ചെയ്യാവുന്ന 5.6 അപ്പർച്ചർ മുതൽ 6.3 അപ്പർച്ചർ വരെയുള്ള വൈബ്രേഷൻ റിഡക്ഷൻ ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു ലെൻസാണിത്. സോണിയുടെ 200-600 ക്യാനൻ്റെ 100-500 ഉള്ളൊരു മറുപടിയായിട്ടാണ് നിക്കൺ ആക്ച്വലി ഈ ലെൻസ് ഇറക്കിയത്. ഈ ലെൻസിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നതും ഓൾമോസ്റ്റ് സോണി 200-600 സമാനമായിട്ടാണ്. ഇത് നിക്കണിൻ്റെ ഒരു എസ് സീരീസ് ലെൻസ് അല്ല. എസ് സീരീസ് എന്ന് വെച്ചാൽ അവരുടെ പ്രൈം സീരീസ് ലെൻസാണ്. ഇതൊരു എസ് സീരീസ് ലെൻസ് അല്ലെങ്കിൽ കൂടിയും അതിനോട് ഏകദേശം അടുത്ത് നിൽക്കുന്ന വെതർ സീലിങ്ങും ഡ്യൂറബിലിറ്റിയും നിക്കൺ ഈ ലെൻസിൽ ഓഫർ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ലെൻസിൻ്റെ ബിൽറ്റ് ക്വാളിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ആ വരുന്ന പ്രൈസ് റേഞ്ചിനെക്കാട്ടിലും കുറച്ചുകൂടെ നല്ലൊരു ബിൽറ്റ് ക്വാളിറ്റി നമുക്ക് ഈ ലെൻസിൽ നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഇന്നിവിടെ ഈ ലെൻസിനെ നിക്കണിൻ്റെ Z8 ബോഡിയുമായിട്ടാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. ഈ ലെൻസിൻ്റെ ഡയമെൻഷൻ വരുന്നത് 110 mm ഡയായും 315.15 mm ലെങ്ത്തും അതുപോലെ തന്നെ 1955 ഗ്രാം വെയ്റ്റുമാണ്. ആ വെയ്റ്റ് പറയുന്നത് ഇത് ബെയർ ലെൻസിൻ്റെ വെയ്റ്റാണ്. ഇതിൻ്റെ വർക്കിംഗ് വെയ്റ്റ് എന്ന് പറയുന്നത്, അതായത് ഇതിൻ്റെ ട്രൈപ്പോഡ് കോളറും അതിൻ്റെ ഹുഡോട് ചേർത്തുള്ള വെയിറ്റ് നമുക്ക് വരുന്നത് 2.2 kg ആണ്. ഈ ലെൻസിൻ്റെ എടുത്ത് പറയേണ്ട വേറൊരു പ്രത്യേകത, ഇതൊരു ഇൻറ്റേർണൽ ഫോക്കസ് ലെൻസാണ്. അതായത് ഇത് സൂം ചെയ്യുമ്പോഴോ അഥവാ ഫോക്കസ് മാറുമ്പോഴോ ഒന്നും ഈ ലെൻസിൻ്റെ ഫിസിക്കൽ ഡയമെൻഷൻ മാറുന്നില്ല. സൂമും ഫോക്കസിങ്ങും എല്ലാം തന്നെ ഈ ലെൻസിൻ്റെ ബാരലിനുള്ളിൽ തന്നെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഈസിയായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാനും ബാലൻസ് തെറ്റാതെ ഉപയോഗിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്നതാണ്. അതുപോലെ എടുത്ത് പറയേണ്ട വേറെ പ്രത്യേകത, ഈ 180 mm നിന്ന് 600 mm വരെ പോകാൻ ഒരു 70 ഡിഗ്രി തിരിച്ചാൽ മതിയാവും. ഒരു ഫുൾ ടേണിനൊന്നും തിരിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് 70 ഡിഗ്രി തിരിച്ചാൽ നമുക്ക് 600 നിന്ന് 180യിലേക്കും 180യിൽ നിന്ന് 600ലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കും. അടുത്തൊരു പ്രത്യേകതയാണ് ഇതിൻ്റെ മാനുവൽ ഫോക്കസിങ് റിങ്. അതായത് ഒരു ഇലക്ട്രോണിക്കലി കപ്പിൾഡ് ഫോക്കസിങ് റിംഗ് ആണ്. ഇതൊരു ഫിസിക്കൽ കണക്ഷൻ അല്ല, ഇതൊരു ഇലക്ട്രോണിക്കലി ആണ് ഇതിൻ്റെ മാനുവൽ ഫോക്കസ് ഓവർറൈഡ് നടക്കുന്നത്. എന്നാൽ ഇതിലും എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മാനുവൽ ഫോക്കസിനല്ലാതെ തന്നെ നമുക്ക് വേറെ ഫങ്ഷൻസ് ഈ റിങ്ങിൽ നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് എക്സ്പോഷർ കോമ്പൻസേഷൻ അതുപോലെ നമുക്ക് ഡയൽസിൽ അസൈൻ ചെയ്യാവുന്ന ഫങ്ഷൻസ് കുറേയൊക്കെ നമുക്ക് ഈ റിങ്ങിൽ നമുക്ക് അസൈൻ ചെയ്യാനായിട്ട് പറ്റും. അഥവാ ഒരു ഫംഗ്ഷനും അസൈൻ ചെയ്യാതിരിക്കാനും നമുക്ക് പറ്റും. അതൊരു ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു മാനുവൽ ഫോക്കസിങ് റിംഗ് അല്ല. നമുക്ക് മൾട്ടിപ്പിൾ ഫങ്ഷൻസ് നമുക്ക് ഈ റിങ്ങിൽ നമുക്ക് അസൈൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ ഈ ലെൻസിൽ 4 ഫംഗ്ഷൻ ബട്ടൺ വരുന്നുണ്ട്, മുകളിലും താഴെയും ഇടതും വലതുമായിട്ട്. ഈ ഫംഗ്ഷൻ ബട്ടണിലും നമുക്ക് വിവിധതരം ഫംഗ്ഷൻസ് അസൈൻ ചെയ്യാവുന്നതാണ്. അതിലെടുത്ത് പറയേണ്ട വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പ്രൈം ലെൻസിൽ കാണുന്ന പോലെ തന്നെ നമുക്കൊരു പ്രീസെറ്റ് ഫോക്കസ് ഈ ബട്ടൺസ് ഉപയോഗിച്ച് അസൈൻ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. നമ്മൾ നിക്കണിൻ്റെ 400 വിത്ത് 1.4 ടെലിയിൽ നമ്മൾ ആ പ്രീസെറ്റ് മെമ്മറി ഫംഗ്ഷനെ പറ്റി നമ്മൾ സംസാരിച്ചിരുന്നു. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കവിടെ കാണാം. അതായത് ഇത് ഉപയോഗിച്ചിട്ട് നമുക്കൊരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിലുള്ളൊരു ഒബ്ജക്റ്റിനെ നമുക്ക് പ്രീ ഫോക്കസ് ചെയ്തിട്ട് മെമ്മറിയിൽ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വേറൊരു ഡിസ്റ്റൻസിലുള്ളൊരു സബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഈ പ്രീസെറ്റ് ഡിസ്റ്റൻസിലേക്ക് പെട്ടെന്ന് സ്വിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാമറയിൽ ഒരു കസ്റ്റം ബട്ടൺ അസൈൻ ചെയ്തിട്ട് നമുക്ക് ആ ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് വേഗം ആ ഒരു ഇതിലേക്ക് സ്വിച്ച് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഒരു 10 മീറ്റർ അകലത്തിലൊരു പെർച്ചുണ്ട്. ആ പെർച്ചിലേക്ക് ഒരു ബേർഡ് വന്നിരിക്കാൻ സാധ്യതയുണ്ടെന്ന് നമുക്കറിയാം. എന്നാലും നമ്മൾ ബേർഡിൻ്റെ മറ്റ് ആക്ടിവിറ്റികൾ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓൾ ഓഫ് എ സഡൻ ഇത് ബേർഡ് പെർച്ചിലേക്ക് വരുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ കസ്റ്റം ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്ക് ആ ഒരു പോയിന്റിലേക്ക് പെട്ടെന്ന് ലെൻസ് ഫോക്കസ് ആവുന്നതാണ്. അപ്പം ഈ ഫംഗ്ഷൻ ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് ഏത് ഡിസ്റ്റൻസിൽ നമുക്ക് മെമ്മറി സെറ്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാനായിട്ട് പറ്റുന്നതാണ്. ഈ ലെൻസിൻ്റെ ഒപ്റ്റിക്സിനെ പറ്റി പറയുമ്പോൾ ഇതിലൊരു 25 ലെൻസ് എലമെൻറ്റ് 17 ഗ്രൂപ്പായിട്ടാണ് ഇതിൽ അസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ അതിലുള്ള അപ്പർച്ചർ സിസ്റ്റം ഒരു 9 ബ്ലേഡ് അപ്പർച്ചർ സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബൊക്കെ നമുക്ക് ഈ ലെൻസിൽ നിന്ന് ലഭിക്കാവുന്നതാണ്. ഈ ലെൻസിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓട്ടോ ഫോക്കസിങ് മോട്ടർ ഒരു സ്റ്റെപ്പർ മോട്ടറാണ്, അതായത് STM മോട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ലെൻസ് 1.4x ടെലി ആയിട്ടും 2x ടെലി ആയിട്ടും
കോമ്പാറ്റബിൾ ആണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിൻ്റെ അകത്തിലെ ഫോക്കസിങ് ഇൻറ്റേർണൽ ഫോക്കസിങ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഫിസിക്കൽ വേരിയേഷനും ഈ ലെൻസിന് ഫോക്കസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നില്ല. ഈ ലെൻസിൽ ഫോക്കസ് സംബന്ധമായ 2 ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് അതിൻ്റെ ഓട്ടോ മാനുവൽ സെലക്ഷൻ, രണ്ടാമത് അതിൻ്റെ ലിമിറ്റർ, അതായത് ഫുൾ റേഞ്ചിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ അടുത്ത പൊസിഷനിൽ നമുക്ക് 6 മീറ്റർ ടു ഇൻഫിനിറ്റി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ 2 ബട്ടൺ മാത്രമേ ഈ ലെൻസിൽ കൊടുത്തിട്ടുള്ളൂ. വൈബ്രേഷൻ റിഡക്ഷൻ്റെ ഫംഗ്ഷനൊക്കെ നമ്മൾ ക്യാമറയിൽ നിന്നാണ് അസൈൻ ചെയ്യേണ്ടത്. ഈ ലെൻസിൻ്റെ മിനിമം ഫോക്കസിങ് ഡിസ്റ്റൻസിനെ പറ്റി പറയുമ്പോൾ 180 mm വരുന്ന മിനിമം ഫോക്കസിങ് ഡിസ്റ്റൻസ് 1.3 മീറ്ററാണ്. 200 mm 1.36 മീറ്ററും, 300 mm 1.61 മീറ്ററും, 400 mm 1.94 മീറ്ററും, 500 mm 2.19 മീറ്ററും, അതുപോലെ തന്നെ 600 mm 2.4 മീറ്ററുമാണ്. ഈ ലെൻസിൻ്റെ ഫിൽട്ടർ സൈസ് വരുന്നത് 95 mm ആണ്. അതും അതിൻ്റെ ഫ്രണ്ട് സൈഡിലാണ് കണക്ട് ചെയ്യേണ്ടത്. നമ്മുടെ പ്രൈമിലുള്ള പോലെ ബാക്ക് സൈഡിലുള്ള റിയർ ഫിൽട്ടർ അല്ല ഈ ലെൻസിൽ വരുന്നത്. ഈ ലെൻസിൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ വരുന്നുണ്ട്. നിക്കൺ അതിനെ വൈബ്രേഷൻ റിഡക്ഷൻ എന്നാണ് പറയുന്നത്. CAPI റേറ്റിംഗ് പ്രകാരം 5.5 സ്റ്റോപ്സ് ഓഫ് ഇമേജ് സ്റ്റെബിലൈസേഷൻ അഥവാ വൈബ്രേഷൻ റിഡക്ഷനാണ് ഈ ലെൻസിൽ വരുന്നത്. ഇതിൽ നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാം, രണ്ടാമത് നമുക്ക് നോർമൽ ഓപ്ഷനുണ്ട്, അതുപോലെ തന്നെ സ്പോർട്സ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. ഇതിൻ്റെ നോർമൽ മോഡ് യൂസ് ചെയ്യുന്ന അവസരത്തിൽ നമുക്ക് EVF-ൽ ഒരു ജിറ്ററിങ് നമുക്ക് ഫീൽ ചെയ്യും. അതായത് നമ്മൾ EVF-ൽ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ നോർമലായിരിക്കും, നമ്മൾ ഷട്ടർ ബട്ടൺ പ്രസ് ചെയ്യുമ്പം ഒരു ചെറിയ ജെർക്ക് പോലെ നമുക്ക് EVF-ൽ അത് ഫീൽ ചെയ്യുന്നതാണ്. എന്നാൽ ആ ഒരു മോഡ് ഉപയോഗിക്കുന്ന അവസരത്തിൽ, അതായത് നോർമൽ മോഡ് ഉപയോഗിക്കുന്ന അവസരത്തിൽ ഇതിൻ്റെ ഹിറ്റ് റേറ്റ് വളരെ കൂടുതലാണ്. അതേസമയം നമ്മൾ സ്പോർട്ട് മോഡിലേക്ക് ഉപയോഗിക്കുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ ജിറ്ററിങ്ങിൻ്റെ ഓപ്ഷൻ മാറും. പക്ഷേ അപ്പോഴത്തേന് നമ്മുടെ ഹിറ്റ് റേറ്റ് താരതമ്യേന നല്ല രീതിയിൽ കുറയുന്നുണ്ട്. അപ്പം നോർമൽ സിറ്റുവേഷനിൽ നമ്മൾ കുറച്ചുകൂടി എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇമേജ് സ്റ്റെബിലൈസേഷൻ മോഡ് നോർമൽ മോഡാണ്. ഇപ്പോൾ നിക്കണിൻ്റെ എക്കോസിസ്റ്റത്തിലുള്ള വൈൽഡ് ലൈഫ് അല്ലെങ്കിൽ സ്പോർട്സ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള വൈഡർ റേഞ്ച് ഷൂട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്ന ആൾക്കാർക്ക് ഒരു സ്റ്റാർട്ടിംഗ് ലെവലിൽ നമുക്ക് നോക്കാവുന്ന ലെൻസാണ് 180 to 600. അതിൻ്റെ അപ്പർച്ചർ നമുക്ക് കാര്യമായിട്ട് വേരി ചെയ്യുന്നില്ല. 5.6 to 6.3 വരെ വേരി ചെയ്യുന്നുള്ളൂ. നേരത്തെ ഉണ്ടായിരുന്ന നിക്കണിൻ്റെ 200 to 500 എന്നുള്ള ലെൻസ് കോൺസ്റ്റൻറ്റ് അപ്പർച്ചർ ആയിരുന്നു. 5.6 200-ലും 500-ലും 5.6 ആയിരുന്നെങ്കിൽ കൂടിയും അത് കമ്പാരിറ്റീവ്ലി ഒരു പഴയ ലെൻസാണ്. അതായത് ഏകദേശം 2015-ലാണ് ആ ലെൻസ് ലോഞ്ച് ചെയ്തത്. അതുപോലെ തന്നെ അതൊരു F-മൗണ്ട് ലെൻസായിരുന്നു. അതിൽ ലോ ലൈറ്റ് കേപ്പബിലിറ്റി നമുക്ക് കുറച്ചുകൂടെ അപ്പർച്ചറിൻ്റെ വൈഡർ അപ്പർച്ചർ മൂലം കുറച്ചുകൂടെ നല്ല ലോ ലൈറ്റ് കേപ്പബിലിറ്റി ആ ലെൻസിൽ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും ഓട്ടോ ഫോക്കസിങ് സിസ്റ്റവും ഒക്കെ കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ പുതിയ മോഡേൺ ക്യാമറയ്ക്ക് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെൻസാണ് ഈ 180 to 600. ഇനി ലെൻസിൻ്റെ കുറച്ച് പ്ലസ് ആൻഡ് മൈനസുകൾ നമുക്ക് നോക്കാം. ഇതിൻ്റെ പോസിറ്റീവ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 180 to 600 സൂം റേഞ്ച് തന്നെയാണ്. അതുപോലെ തന്നെ അത് ഇൻറ്റേർണൽ ഫോക്കസിങ്ങും ഇൻറ്റേർണൽ സൂമിങ് ലെൻസാണ്. അതുപോലെ ഈ ഫോക്കസ് റേഞ്ച് മാറ്റാനായിട്ട് നമുക്കൊരു 70 ഡിഗ്രിയോളം നമുക്ക് തിരിച്ചാൽ മതിയാവും. ഇതിൻ്റെ പ്രീവിയസ് വെർഷൻ അതായത് 200-500-ലൊക്കെ നമ്മൾ ഒന്നിൽ കൂടുതൽ റൊട്ടേഷൻ നമുക്ക് തിരിക്കണമായിരുന്നു. അത് പ്രാക്ടിക്കൽ സൈഡിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇത് വളരെ കൺവീനിയൻ്റ് ആണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ലെൻസിൻ്റെ 600 mm ഇരിക്കുമ്പോൾ നമ്മൾ അടുത്തുള്ള സബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ മറ്റുള്ള കോമ്പറ്റീറ്റർ ലെൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നാരോറാണ്. അതായത് നമുക്ക് സബ്ജക്റ്റിനെ കുറച്ചുകൂടെ നമുക്ക് ബിഗറായിട്ട് കാണാൻ പറ്റും. അതായത് ഒരു ട്രൂ 600 mm ഈക്വലൻ്റായിട്ടുള്ളൊരു നമുക്കൊരു ഇമേജാണ് നമുക്കിതിൽ കിട്ടുന്നത്. അതുപോലെ എടുത്തു പറയുന്ന മറ്റൊരു പോസിറ്റീവാണ് ഈ ലെൻസിൽ അവർ കൊടുത്തേക്കുന്ന വൈബ്രേഷൻ റിഡക്ഷൻ. ഈ ലെൻസും അവരുടെ C മോഡൽ ക്യാമറയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വളരെ എഫിഷ്യൻ്റായിട്ടുള്ളൊരു വൈബ്രേഷൻ റിഡക്ഷൻ സിസ്റ്റമാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് 5.5 സ്റ്റോപ്പ് എന്ന് അവർ കണക്കിൽ പറയുന്നുണ്ടെങ്കിലും നമുക്കത് ഇൻ എഫക്റ്റ് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഷൂട്ടിങ്ങിൽ കാണാനായിട്ട് പറ്റും. 1/40 റേഞ്ചിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് അധികം നല്ല ഹീറ്റ് റേറ്റ് നമുക്ക് കിട്ടുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇത് വളരെ നല്ലൊരു വൈബ്രേഷൻ റിഡക്ഷനാണ് ഈ ലെൻസിൽ അവർ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത് പറയേണ്ട വേറൊരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ മാനുവൽ ഫോക്കസിങ് റിങ്ങിൽ മൾട്ടിപ്പിൾ ഫംഗ്ഷൻ അസൈൻ ചെയ്യാവുന്നതാണ്. കൺട്രോൾ റിങ് പോലെ തന്നെ നമുക്ക് ക്യാമറയിലുള്ള കൺട്രോൾ റിങ്ങിൽ അസൈൻ ചെയ്യാവുന്ന മറ്റ് ഫംഗ്ഷൻസ് ഈ റിങ്ങിലേക്ക് നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ വേറെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഫംഗ്ഷൻ ബട്ടണാണ്. ഇവിടെയും നമുക്ക് മൾട്ടിപ്പിൾ ഫംഗ്ഷൻസ് നമുക്ക് അസൈൻ ചെയ്യാവുന്നതാണ്. അതുപോലെ
നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രീസെറ്റ് മെമ്മറിയൊക്കെ നമുക്ക് ഇതിൽ അസൈൻ ചെയ്യാവുന്നതാണ്. ഇതൊക്കെ നോർമലായിട്ട് ഈ പ്രൈസ് റേഞ്ചിൽ അല്ലെങ്കിൽ ഈ ഒരു കാറ്റഗറി വരുന്ന ലെൻസിൽ മറ്റ് മേക്കേഴ്സ് കൊടുക്കുന്ന ഒരു ഓപ്ഷൻസ് അല്ല. ആ രീതിയിലെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ നല്ല ഒരു ഓപ്ഷനാണ് അവർ ഈ പ്രൈസ് റേഞ്ചിൽ അവർ കൊടുത്തിരിക്കുന്നത്. ഇനിയും ഇതിൻ്റെ ഈ ലെൻസിൻ്റെ നെഗറ്റീവ് സൈഡിലേക്ക് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഞങ്ങൾ ഒബ്സർവ് ചെയ്തതെന്ന് വെച്ചാൽ ഇതിൻ്റെ 600 mm വൈഡ് ഓപ്പൺ, അതായത് 600 mm 6.3 ഈ ലെൻസിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്രയും ഒരു ഷാർപ്നെസ് കിട്ടുന്നില്ല. അതേസമയം നമ്മളതൊരു f8 നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഷാർപ്നെസ് കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് 600 mm നമുക്ക് അത്രയും ഫുൾ വൈഡായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തൊരു ഷാർപ്നെസ് ലഭിക്കുന്നില്ല. അതേസമയം നമ്മൾ 500 mm നമ്മൾ ഫോക്കൽ ലെങ്ത് കുറയ്ക്കുകയാണെങ്കിൽ ഷാർപ്നെസ് കിട്ടുന്നുണ്ട്, വൈഡ് ഓപ്പണിൽ കിട്ടുന്നുണ്ട്. അതേസമയം 600 mm വൈഡ് ഓപ്പണിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന അത്രയും വരുന്നില്ല. ഇപ്പോൾ എല്ലാ ലെൻസ് ആണെങ്കിലും നമ്മൾ അതിൻ്റെ വൈഡ് ഓപ്പണിൽ നിന്ന് നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്താൽ കൂടുതൽ ഷാർപ്നെസ് ഉണ്ടാവും. എന്നിരുന്നാൽ തന്നെയും ഇതിൻ്റെ ആ ഒരു ചേഞ്ച് വളരെ കൂടുതലാണ്. അതായത് വൈഡ് ഓപ്പണിൽ വരുന്ന ഷാർപ്നെസ്സിലുള്ള ലോസ് നമ്മൾക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ കൂടുതലാണ്. ഇനി അടുത്തതായിട്ട് ഞങ്ങൾ ഒബ്സർവ് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഇതിൻ്റെ വൈബ്രേഷൻ റിഡക്ഷൻ യൂസ് ചെയ്യുന്ന അവസരത്തിൽ നമുക്ക് നോർമൽ മോഡിൽ ഉപയോഗിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ജിറ്ററിങ് ഉണ്ട്. അതായത് നമ്മൾ ഷൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ EVF കൂടി നോക്കുമ്പോൾ നമുക്ക് വളരെ സ്മൂത്തായിട്ട് തോന്നുമെങ്കിലും നമ്മൾ ഷട്ടർ ബട്ടൺ പ്രസ് ചെയ്യുന്ന ഒരു മൊമെൻറ്റിൽ ചെറിയൊരു ജെർക്ക് പോലെ നമുക്ക് നോർമൽ മോഡിൽ കാണാവുന്നതാണ്. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ അത് ഈ ലെൻസിൻ്റെ മാത്രം പ്രത്യേകതയല്ല, ഈ ലെൻസ് ക്യാമറ കോംബോയുടെ കാര്യമാണ്. അതായത് ഈ നമ്മൾ മിനിമം ഫോക്കസ് ചെയ്യുന്ന ഇൻഫിനിറ്റ് ഫോക്കസിലേക്ക് നമ്മൾ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം, അതായത് മിനിമം ഫോക്കസിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇൻഫിനിറ്റിയിലുള്ളൊരു സാധനത്തിലേക്ക്, അതായത് വളരെ അധികം ദൂരത്തുള്ളൊരു സാധനത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അതിനെടുക്കുന്ന ടൈം ഈ ലെൻസിൻ്റെ കാര്യത്തിൽ ഏകദേശം 0.8 സെക്കൻഡോളമാണ്. ഇത് നമ്മളെങ്ങനെയാണ് മോണിറ്റർ ചെയ്തതെന്ന് ചോദിച്ചാൽ നമ്മളൊരു എക്സ്റ്റേണൽ റെക്കോർഡർ വെച്ചിട്ട് മിനിമം ഫോക്കസിങ് ഡിസ്റ്റൻസിൽ നിന്ന് ഇൻഫിനിറ്റിയിലേക്ക് ഫോക്കസ് ആവാനെടുത്ത നമ്പർ ഓഫ് ഫ്രെയിംസ് കണക്ക് കൂട്ടിയിട്ട് ആ ഡിസ്പ്ലേയിൽ നമ്മൾ യൂസ് ചെയ്ത ഫ്രെയിം റേറ്റ് വെച്ചിട്ട് അത് നമ്മളൊരു സെക്കൻഡിലേക്ക് നമ്മളത് കൺവേർട്ട് ചെയ്തെടുത്തു. അങ്ങനെയാണ് നമ്മളത് കണക്ക് കൂട്ടിയത്. അതായത് റഫ്ലി നമുക്ക് 0.8 സെക്കൻഡ്സാണ് നമുക്ക് വരുന്നത്. ഇതിൻ്റെ ഒരു കമ്പാരിസൺ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളൊരു 500 PF ലെൻസിൽ നമ്മൾ കൺവേർട്ടർ ഇട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് റഫ്ലി എടുക്കുന്ന ടൈം 0.56 സെക്കൻഡ്സാണ്. അപ്പോൾ അതുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടെ ഒരു സ്ലോവർ സൈഡിലാണ് ഈ ഒരു കോംബോ നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഈ ലെൻസിൻ്റെ വെയിറ്റ്, വർക്കിംഗ് വെയിറ്റ്, അതായത് ട്രൈപോഡ് ഹോൾഡറും ഹുഡും ഉൾപ്പെടെ 2.2 kg വരുന്നുള്ളെങ്കിലും നമ്മളിത് C8 C9 ബോഡിയുമായിട്ട് മൗണ്ട് ചെയ്യുമ്പോൾ ഉള്ള വെയിറ്റ് നോക്കുകയാണെങ്കിൽ C8 മൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് മൊത്തം ആ ഒരു പാക്കേജിന് 3.2 kg വരുന്നുണ്ട്. അതേസമയം C9 ആണെങ്കിൽ നമുക്ക് മൊത്തത്തിൽ ഒരു 3.6 kg വരുന്നുണ്ട് ആ ഫുൾ ഗിയറിന് വരുന്ന വെയിറ്റ്. ഇതേപറ്റി കൺക്ലൂഡ് ചെയ്യാനാണെങ്കിൽ നിക്കൺ എക്കോസിസ്റ്റത്തിലുള്ളവർക്ക് വളരെ നല്ലൊരു ഓപ്ഷനാണ് അവരുടെ 180-600 ലെൻസ്. ഈ വീഡിയോയിൽ ഇത്രയുമാണ് ഞങ്ങൾ പറയാൻ ഉദ്ദേശിച്ചത്. ഇനി മറ്റൊരു വീഡിയോയുമായി നിങ്ങളിലേക്ക് എത്തുന്നവരെ നന്ദി, നമസ്കാരം.